ഇന്ത്യൻ സൈന്യത്തിൻ്റെ നാവിക വിഭാഗമാണ് ഭാരതീയ നാവികസേന. 5000 വർഷത്തോളം പഴക്കമുള്ളതാണ് ഭാരതത്തിൻ്റെ നാവിക പാരമ്പര്യം. സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടം മുതൽക്കേ തന്നെ ഭാരതത്തിന് നാവിക പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. ആ കാലത്ത് ബാബിലോണിയയുമായും പുരാതന ഈജിപ്തുമായും സമുദ്രമാർഗം വ്യാപാരം നടന്നിരുന്നതായും നൗക നിർമ്മാണത്തിൽ ഭാരതീയർ വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്നതായും തെളിവുകളുണ്ട്. ഇറാനിൽ നിർമ്മിച്ചിരുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ നൗകകൾ അവർ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ടൈഡൽ തുറമുഖവും ഭാരതത്തിലെ ലോഥയിലായിരുന്നു. ക്രീവ 2300 നിലനിന്നിരുന്നത്. പ്രാചീന കാലത്ത് ഇന്ത്യക്ക് കംബോഡിയ, ജാവ, സുമാത്ര തുടങ്ങി ജപ്പാനിൽ വരെ കോളനികൾ നിലനിന്നിരുന്നു. ഗ്രീസ്, പേർഷ്യ, റോം, ആഫ്രിക്ക, ചൈന തുടങ്ങിയ ദേശങ്ങളുമായി വ്യാപാര ബന്ധവും ഉണ്ടായിരുന്നു. ഇന്ത്യൻ തീരങ്ങളിലൂടെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഗതാഗതങ്ങളുടെ സുരക്ഷിതത്വത്തെ ലാക്കാക്കി 1612 സൂററ്റിൽ രൂപവൽക്കരിക്കപ്പെട്ട റോയൽ ഇന്ത്യൻ നേവിയിൽ നിന്നാണ് ആധുനിക ഇന്ത്യൻ നാവികസേന രൂപം കൊണ്ടത്. ഈ നാവികസേനയെ 1685 സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റുകയും ബോംബെ മറൈൻ എന്ന് പുനർനാമകരണം ചെയ്യുകയുമുണ്ടായി. 1892 റോയൽ ഇന്ത്യൻ മറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇത് 1934 ബ്രിട്ടനിലെ റോയൽ നേവിയുടെ മാതൃകയിൽ ദ റോയൽ നേവി ആയി രൂപാന്തരപ്പെട്ടു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ നാവികസേനയ്ക്ക് ഇന്ത്യൻ നേവി എന്ന പേര് നൽകപ്പെട്ടു. 1947 വിഭജനത്തോടുകൂടി അന്ന് നിലവിലുണ്ടായിരുന്ന റോയൽ ഇന്ത്യൻ നേവിയുടെ മുന്നിൽ ഒരു ഭാഗവും പ്രധാനപ്പെട്ട പല നാവിക പരിശീലന കേന്ദ്രങ്ങളും പാകിസ്ഥാൻ്റെ ഭാഗത്തായി. സ്വാതന്ത്ര്യ ഭാരതത്തിലും ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാരനായ അഡ്മിറൽമാരുടെ മേൽനോട്ടത്തിൽ തന്നെ തുടർന്നു വന്നു. 1958 ഏപ്രിൽ 22 ആദ്യത്തെ ഇന്ത്യൻ വൈസ് അഡ്മിറലായ RD കട്ടാരെ ഇന്ത്യൻ നേവിയുടെ മേധാവിയായി തീർന്നു. നാവികസേനയുടെ ആപ്തവാക്യം എന്നത് ശംനോ വരുണ എന്നാണ്. അർത്ഥമാകട്ടെ വരുണൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ്.